പാർട്ടിയെ CPM പാർട്ടിയെ എത്രയൊക്കെ എവിടെയൊക്കെ നാണം കെടുത്താൻ പറ്റുമോ അതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് ആളുകൾ പാർട്ടിക്കുണ്ട്. അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് ചിന്താ ജെറോം. ചിന്താ ജെറോം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ KSUവിനെതിരെ ഒരു മുദ്രാവാക്യമൊക്കെ വിളിച്ച് പോലീസ് കേസൊക്കെ എടുത്ത് ഇപ്പം അങ്ങനെ തളർന്നു നിൽക്കുന്നതിനിടയ്ക്ക് മോദി പാചകവാതകം കൊടുക്കുന്നില്ല, അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നില്ല, അതുകൊണ്ട് പ്രതീകാത്മകമായി കൊല്ലത്ത് വിറക് അടുപ്പിൽ പാചകം ചെയ്ത് പ്രതിഷേധം അറിയിക്കുകയാണ്. ഇതുകൊണ്ട് നരേന്ദ്രമോദി ഭയന്ന് വിറയ്ക്കുമോ? ആദ്യമേ ഈ സൈസ് ഈ സിന്ധാസറവും പോലെയുള്ള സാധനങ്ങൾ ഇത് തന്നെ ഈ പാർട്ടിയുടെ ഒരു അപജയം ആണ്. ലോകത്താർക്കും വേണ്ടാത്ത ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു കുടുംബത്തിനും ലോകത്താരും അറിയാത്ത ഒരു സാധനം CPM-നകത്ത് വരും. അത് SFIക്കകത്തോട് വരും, DYFI ആവും. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 പേരറിയും, നാട്ടുകാരറിയും. പാർട്ടി അതേ വലിയ പാർട്ടിയല്ലേ, ആ പാർട്ടിയുടെ നേതാവെന്നുള്ള രീതി നാട്ടുകാരെ വരട്ടാം. പിന്നെ ചെന്ന് നിൽക്കുമ്പം ഗതികേട് കൊണ്ട് എന്തുകൊണ്ട് ചിന്ത അല്ലെങ്കിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ പ്രകാരമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇവർ പിന്നെ അറിയാമല്ലോ. എന്നിട്ട് വിവരക്കേടെന്ന് വിളിച്ചും പറയുക. അറ്റത്ത് ഡോക്ടറേറ്റും ഉണ്ട്. കാരണം നരേന്ദ്രമോദി അതിനകത്ത് വാഴക്കുല രംഗക്കുല ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ വിഷയമായിരുന്നു. അപ്പം ആദ്യമേ എന്താണ് പറയണം, അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ മറ്റു പാർട്ടിയെ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഈ പാർട്ടി വന്നാൽ കൊള്ളാമെന്നുള്ള രീതിയിലും അതിനകത്തെ കുഴപ്പങ്ങളും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം പറയുന്നത്. പക്ഷേ ആൾക്കാരിപ്പം പഴയതുപോലെ അല്ല. ചിന്തയുടെ കൂട്ട് വേറുദോഷികളല്ലല്ലോ. ചെറുപ്പക്കാരും നാട്ടുകാരും ഇന്ത്യക്കാരും അങ്ങനെയൊക്കെ ഉള്ളവർ. അതുകൊണ്ടാണല്ലോ ഈ നരേന്ദ്രമോദിയെ നിങ്ങൾ എത്ര ചീത്ത പറഞ്ഞൊക്കെ പിന്നെ ആൾ അധികാരത്തിൽ വരുന്നത്. അപ്പം അവർക്ക് ഈ ജിയോ പൊളിറ്റിക്സ് അറിയാം, ലോകത്ത് നടക്കുന്ന എന്താണെന്നറിയാം, ഇറാൻ എന്താണെന്നറിയാം, അമേരിക്ക എന്താണെന്നറിയാം, ഇസ്രയേൽ എന്താണെന്നറിയാം, ഗ്യാസ് എന്തുകൊണ്ടാണ് വരാത്തതെന്നറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഇന്നാളി വണ്ടിക്കാരെ ചന്തയ്ക്ക് വിളിച്ചതുപോലെ ചീത്ത വിളിച്ചതുപോലെ നാട്ടുകാരെടുത്ത് വിളിച്ചു പൊങ്കാലയിടും. എത്ര പൊങ്കാലയിട്ടാലും അത് ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഈ മലം വാരി ദേഹത്ത് തൂക്കുന്നത് മണമാണെന്ന് വിചാരിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയല്ലേ എൻ്റെ പേരൊന്ന് വന്നാൽ മതി, ചീത്ത വിളിക്കുന്നതായാലും മറ്റേ അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നിനും ഒരു നാണവും ഇല്ല. മനസ്സിലായില്ലേ? അങ്ങ് വന്ന് നിന്നങ്ങ് പറഞ്ഞുകൊള്ളുക. ഇല്ലേ, സൂര്യനമ്പൂരിപ്പാൻ്റെ കൂട്ടൊരു ചിരി ഇയർ ടു ഇയറാ. മനസ്സിലായുണ്ടോ? ഒക്കെ ഒരു ചിരിയൊക്കെ ചിരിച്ച് നമ്മൾ കവിതയ്ക്കകത്തുണ്ട് അവർ. അപ്പം ഇതിനകത്ത് ഇവിടുത്തെ ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 60% ഗ്യാസ്, നമ്മൾ ഏതാണ്ട് 60% കൂടുതൽ ഗ്യാസ് ഇറക്കുമതി ചെയ്യുന്നതാണ്. ആ ഇറക്കുമതി ചെയ്യുന്നതിനകത്ത് 60% ഖത്തറിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. അത് തന്നെ നമുക്കൊരു അബദ്ധം പറ്റി. നമുക്ക് ഈ പെട്രോളിയത്തിൻ്റെ കാര്യത്തിലെ പോലെ 10-45 രാജ്യങ്ങളുടെ അകത്തു നിന്ന് ഗ്യാസിൻ്റെ കാര്യം വിശാലമാക്കാൻ ഇന്ത്യക്ക് പറ്റിയില്ല. വിശാലമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ അവിടെ ഈ പ്രശ്നങ്ങൾ GCC രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ, 1-2-3 പ്ലാന്റുകൾ, അല്ലെങ്കിൽ അവിടുത്തെ വിതരണത്തിനകത്തുള്ള വിഷയങ്ങൾ, ഹോർമൂസ് കടലിലൂടെ അടച്ചിട്ടിരിക്കുന്നതിനകത്തുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മളിത് ബാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൊന്ന് ചിന്താ ജെറോമേ, എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇതുവരെ പ്രതിസന്ധി ഇല്ല. കാരണം നമ്മൾക്ക് ഒരു രാജ്യത്തിന് ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യം പോലുള്ള ക്യൂബയുടെ കാര്യം എനിക്കറിയത്തില്ല. കാരണം ഒരു 45 ദിവസത്തേക്കുള്ളത് സ്റ്റോക്ക് ഉണ്ടായിരിക്കണമെന്ന് അന്താരാഷ്ട്ര നിയമമാണ്. നമുക്ക് 75 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഉണ്ട്. 2 ആഴ്ചത്തേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സ്റ്റോക്കുണ്ട്. നമുക്ക് ഗ്യാസും സ്റ്റോക്കുണ്ട്. അതിനകത്ത് ഗ്യാസ് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഈ വരുന്ന ഗ്യാസിനകത്ത് 60% നമ്മൾക്ക് കിട്ടിയിരുന്ന ഖത്തറിൽ അവിടുന്ന് ഗ്യാസ് വരുന്നതിനകത്ത് കുറവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്കായിട്ടുണ്ട്. അപ്പം ഇവിടെ ഉള്ള സ്റ്റോക്ക് ഉപയോഗിക്കുന്നതിനകത്ത് പരിമിതപ്പെടുത്തിയാൽ, ഇപ്പം ടൗണിൽ 25 ദിവസത്തേക്കകം നമുക്കിപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്താൽ പിറ്റേന്ന് കിട്ടുമായിരുന്നു. 25 ദിവസത്തേക്കകം ബുക്ക് ചെയ്യാൻ കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഗ്രാമപ്രദേശത്ത് 40 ദിവസം വരെ ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ ശേഖരിച്ച് വെക്കുകയും തെള്ളു കൂട്ടുകയൊക്കെ ചെയ്യും. അതിനു വേണ്ടിയാണ്. പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം ഗ്യാസ് നമുക്ക് ബാക്കി ഇടങ്ങളിൽ നിന്ന് ഈ 60% ഇറക്കുമതിക്കകത്ത കുറവ് പരിഹരിക്കാൻ ശ്രമിക്കുന്നിടം വരെ അതിനൊരു കരുതൽ കൊടുത്തിരിക്കുക. ലോകത്തെല്ലാ രാജ്യങ്ങളും ഇവിടെ ഇല്ലായ്മ ആയതുകൊണ്ടല്ല, തീർന്നത് കൊണ്ടല്ല, നമ്മളുടെ വരവിനകത്ത് ഡെയിലിയുള്ള വരവിനകത്ത് 60% തരുന്ന രാജ്യത്തിനകത്ത് കുറവ് വന്നിട്ടുണ്ട്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഈ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 60% ഇറക്കുമതി ഉണ്ട്. ആ ഇറക്കുമതിക്കകത്ത്
ആ ഗ്യാസിൻ്റെ 60% തന്നെ ഖത്തറാണ്. അവിടുത്തെയാണ് ഈ പ്രശ്നം വന്നത്. അല്ലാതെ ഇവിടെ ഇതുവരെ ഒരു പ്രശ്നവുമില്ല, നമ്മളെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല, അടുക്കളയ്ക്കകത്ത് ബാധിക്കുന്ന ഒരു വിഷയമില്ല. പിന്നെ പിന്നെ അടുപ്പൂട്ടി ചർച്ച ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇത് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ നരേന്ദ്രമോദിക്കയുടെ പ്ലാന്റിൽ നിന്നാണ് ഗ്യാസ് വരുന്നതെന്നും അല്ലെങ്കിൽ അതാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ പ്രശ്നം അല്ലെന്ന് പറഞ്ഞാൽ, ഗ്യാസിന് ഇവിടെ കരുതലില്ലെന്ന് പറഞ്ഞാൽ, അങ്ങനെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ, ക്യൂബയിൽ നിന്ന് കൊണ്ടുവരുമെന്ന് ഏറ്റവും അവസാനം പറഞ്ഞാലേ ക്യൂബ ഗ്യാസ് ഉണ്ടോ എന്നുള്ള കാര്യം പട്ടിണി രാജ്യം, അതിന് തന്നെത്താൻ എണീറ്റ് നിൽക്കാൻ വയ്യ. മനസ്സിലായില്ലേ? അപ്പം ആ ഗതികെട്ട രാജ്യത്തുനിന്ന് ഇവിടെ പണ്ട് നമ്മൾ എന്തോ കൊണ്ടുവരുന്ന പറഞ്ഞ മരുന്ന് എന്തോ കൊറോണ വാക്സിൻ ക്യൂബയിൽ നിറക്കും. കേന്ദ്ര സർക്കാർ ഇറക്കിയ വാക്സിൻ പിന്നെ ശൈല ടീച്ചർ ഇവിടെ ഏതാണ്ട് അന്നൊരു കൂടി തീരുമാനിച്ചെന്തോ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുമായിരുന്നു. ഇതുവരെ തുടങ്ങിയിട്ടില്ല. വിചാരിച്ചത് നിസ്സാര കാര്യമാണ്. രണ്ടാമത്തെ മന്ത്രിസഭയില് ഈ പിണറായി വിജയൻ ബോധമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് അറിയാം ഓരക്കേട് പറഞ്ഞിട്ടുള്ള ഇമേജ് കൂടെ കളയല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ ഈ ചിന്തയെ മര്യാദ പിടിപ്പിക്കാതെ? ചിന്ത എല്ലായിടം പോയിട്ട് ഇത് തന്നെയാണല്ലോ. അല്ല, എന്തോ ചെയ്യാനാ? ഞാൻ ആദ്യം പറഞ്ഞു തന്നെ പാർട്ടിയുടെ ഗതികേട്. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്തൂടെ ഇതൊക്കെ വെളിയിൽ വരുന്നത്. ഇതിനെയൊക്കെ ലോകത്താരും അറിയാതെ എവിടെയെങ്കിലും പുറത്തിലിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ആർക്കും വേണ്ടാത്ത ആ പ്രദേശത്തുള്ള തിരക്കി നോക്കി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്കകത്ത് SFIക്കകത്തൂടെ വന്ന് ഏറും തല്ലുമോ കൊണ്ടുവന്നേരം പാർട്ടി ഡെവലപ്മെൻറ്റ്സ് കൊടുക്കും, DFIക്കകത്തൂടെ കൊടുക്കും, സ്ത്രീയാന്നുള്ള പരിഗണന കൂടുതൽ കൊടുക്കും. ഏറ്റവും അവസാനം വലിയ വിവരക്കേടാന്ന് പറഞ്ഞത്. വിവരക്കേടാണ്. പിന്നെ ഇത് വിവരക്കേടുങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എവിടെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതിനെയൊക്കെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? മനസ്സിലായില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതൊരു ആഡംബരമായിട്ടും അല്ലെങ്കിൽ ആഘോഷമായിട്ടും ഒക്കെ പറയും. ആൾക്കാരിങ്ങനെ എത്രയോ പേരിങ്ങനെ വിവരമുള്ളവർ നമ്മൾ ഓരോരുത്തർ പറയുന്നുണ്ട്, ഇത് എന്ത് കൊച്ചു പറയുന്നു, എന്താണിത് കാണിക്കുന്നത്, ഇതിന് എന്തോ വിവരമുണ്ട്. അതങ്ങ് ഏതാണ്ടങ്ങ് ധരിച്ച് നടക്കും ഏതാണ്ടൊക്കെയാണെന്നോ. നാളെ കാലത്ത് MLA ഒക്കെ ആവും കേട്ടോ, ചിലപ്പോൾ മന്ത്രിയും ആവും. അതും കേരളത്തിൻ്റെ ഗതികേടാവും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇപ്പം ഈ കൊല്ലത്തെ സീറ്റുണ്ട്, നമ്മുടെ മേഴ്സിക്കുട്ടിയമ്മയുടെ സീറ്റ്. ആ സീറ്റ് മത്സരിച്ചാൽ ജയിക്കുന്ന ഒരു സീറ്റ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് മത്സരിക്കും. അപ്പം ശ്രീ ഇത്രയൊക്കെ കാണിച്ചില്ല. സംസ്ഥാന കമ്മിറ്റി അങ്ങ് വരെയാക്കിയില്ല പാർട്ടിയുടെ. അപ്പോൾ പിന്നെ സാധ്യത വളരെ കൂടുതൽ. ഈ പ്രാവശ്യം തന്നെ സീറ്റ് കാണാനുള്ള സാധ്യതയാണ്. കാരണം മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് സീറ്റില്ല. അവിടെ തന്നെ സീറ്റ് കിട്ടാനും ജയിക്കാനും ഭാഗ്യമുള്ള മന്ത്രിയാവാൻ. കാരണം അതിൽ PP ദിവ്യയെ പോലുള്ള ഉള്ളവരുണ്ടല്ലോ, അവരന്ന് അനവസരത്തിൽ അവരുടെ കഷ്ടകാലത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അവർ ഈ DFIക്കകത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്നു വളരെ നല്ല മാന്യമായ നേതാവായിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞുകൂടാ. കാരണം അവരെ പറ്റി അവരന്ന് കാണിച്ചതിനകത്ത് നമ്മൾ പറയത്തില്ല ചില നാക്കെ ഗുളികം കയറുന്നു പണ്ടത്തെ ആൾക്കാർ. അവർക്ക് അന്ന് തോന്നി അവരുടെ നാശകാലം. കാരണം ഇവിടെ ഇരിക്കേണ്ട സ്ത്രീയാണെന്നറിയോ. കാരണം ഇപ്രാവശ്യം അവർ സീറ്റ് കിട്ടിയതിന് ആദ്യം പരിഗണിക്കുന്നവിടുന്ന് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മന്ത്രിയായിരുന്നു. അതാണ് ഒരു സമയം. നമ്മുടെ കഷ്ടകാലം എന്നൊക്കെ പറയുമ്പോൾ ഇവർ കമ്മ്യൂണിസ്റ്റുകാരെ കഷ്ടകാലം എന്ന് പറയുന്നത് വിശ്വസിക്കത്തില്ലല്ലോ. ഒറ്റ ദിവസം കൊണ്ട് വേളയേറ്റം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് താഴെ ഇടുമെന്നൊക്കെ പറയത്തില്ല. അപ്പം അതിന് ഉദാഹരണം അവരായിരുന്നെങ്കിൽ ഇതിനെയും കൂടെ ഒന്നും തൊല്ലം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ട് സ്ത്രീയാണെന്ന് പറയാം, അല്ലാതെ വേറെ രീതിയിൽ നേതാക്കന്മാരുടെ രീതിയിലൊന്നും തൊല്ലം ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത് വിവരക്കേടാണ്. അടുപ്പ് റോഡിൽ കൂടെ ഓട്ടോക്കാരനെ ചീത്ത പറയും. മനസ്സിലാവുന്നില്ല. അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. നമ്മൾ പിന്നെ ഇത് കേൾക്കുമ്പം ക്യൂബയിൽ നിന്ന് ഗ്യാസ്, ഇത് പറയാൻ കാര്യമെന്ന് പറയാൻ ഒന്നുമല്ല, ക്യൂബയിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവന്ന് പറഞ്ഞു. ഇപ്പോൾ അമേരിക്കയായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, കാനഡയായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ എനിക്കൊന്നും വേറെ ചില രാജ്യങ്ങളായിട്ട് ഗ്യാസിൻ്റെ കാര്യം സംസാരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇത് ഇത്രയും കുഴപ്പം വരുമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഗ്യാസ് മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വരും. നമ്മൾ ഇവിടുന്ന് മാത്രം 60% എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ഒരു കൊല്ലത്തിന് മുമ്പ് ഒരു കരാർ ഒപ്പിട്ടായിരുന്നു. ആ കരാറിനകത്ത് നമുക്ക് ഇപ്പം ഗ്യാസ് ലോകത്ത് കൊടുക്കുന്നതിനെക്കാട്ടിൽ ഏതാണ്ട് 20% 15% കുറവിലാണ് തരുന്നത്. ഇത് 30 കൊല്ലത്തേക്കുള്ളതാണ്. ഈ പൈസയ്ക്ക് തന്നെ 30 കൊല്ലത്തേക്കാണ് നമ്മൾ ഗ്യാസ് തരുന്നത്. മനസ്സിലായി? അത്രയ്ക്ക് വലിയൊരു കരാറാണെന്ന് അന്ന് നമ്മളുമായിട്ട് ഒപ്പിട്ടത്, അത് ഖത്തറുമായിട്ട്. അപ്പം അതുകൊണ്ടാണെന്ന് അവിടുന്ന് മാക്സിമം മേടിച്ച് നമുക്ക് ഭയങ്കര സാമ്പത്തിക ലാഭം ഉണ്ടാകും. പക്ഷെ ഇപ്പം യുദ്ധം വന്നപ്പോൾ നമുക്കൊരു പ്രശ്നമായി, തിരിച്ചടിയായിപ്പോയി. തീർച്ചയായിട്ടും കണ്ടുകൊണ്ട് പല പരിഹാരം ഇപ്പം തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും. ഈ നമുക്ക് ഗ്യാസ് തീർന്നിട്ടില്ല, നമ്മുടെ ഈ ഗ്യാസ് കൊണ്ട് വേണ്ട വിധത്തിൽ. പക്ഷേ ഗ്യാസ് വരുന്നതിനകത്ത് ലഭ്യതക്കുറവ്, ക്രൂഡ് ഓയിലൊന്നും ഒരു കുറവില്ല കേട്ടോ. അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുക.